അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 വീതം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി ഇടുക. ഒന്നാമത്തെ ചോദ്യം, അൽ ഹുറൂഫുൽ ഖമരിയ. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. ഒരു ഖാഫിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ് ശരി? ആദ്യത്തെ അഖീമഹു എന്നുള്ളതാണ്. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീബഹു. അപ്പോൾ അഖീമഹു എന്നാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. അപ്പോൾ അതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, അല്ലാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്നു. ലാമുൽ കറാമ, ലാമുൽ ജലാല. ഏതാണ്? ലാമുൽ ജലാല എന്നാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, റാഇൻ്റെ മഖ്റജ്. നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ തലയുമാണ്, ഊനുമാണ്. ഏതാണ് ശരി? ഊനുമാണ് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, ഇസ്തിഅ്ലാഇൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തർക്കീക്കായിട്ടാണ്, തഫ്ഖീമായിട്ടാണ്. ഏതാണ്? തഫ്ഖീമായിട്ടാണ് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്, തഫ്ഖീം എന്ന് പറയുന്നത്. ഏതാണ്? തഫ്ഖീം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത്, നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് തർക്കീക്കുണ്ടാകും, തഫ്ഖീം ഉണ്ടാകും. തർക്കീക്കുണ്ടാകും എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ എപ്പോഴൊക്കെയാണ്? ഏതെങ്കിലും 2 മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. റാഇൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക, റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ആവുക, പിന്നെയോ റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസ്ർ ആരിദ് അഥവാ താൽക്കാലികം ആവുക, അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പുള്ള കസ്ർ മറ്റൊരു പദത്തിലാവുക. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ. ഇനി രണ്ടാമത്തത്, റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക, റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പ് അസ്ലിയായ കസ്ർ വരികയും, പിന്നെയോ റാഇൻ്റെ ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക, പിന്നെ സുക്കൂനുള്ള റാഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരം സ്ഥലങ്ങളാണ് റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. ഇനി മൂന്നാമത്തത്, വേർതിരിക്കാം എന്നുള്ള ഭാഗമാണ്. തഫ്ഖീം, തർക്കീക്ക്. അപ്പോൾ താഴെ തഫ്ഖീമും കൊടുത്തിട്ടുണ്ട്, തർക്കീക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് രണ്ടും ഓരോന്നിൻ്റെ നേരെ എഴുതാനാണ്. ആദ്യം കൊടുത്തത് തഫ്ഖീമാണ്. അതിൽ തഫ്ഖീം ഏതെല്ലാമാണ്? വഅർസല അലൈഹിം, പിന്നെ ഖറിയ, ഫഅല റബ്ബുക. ഇനി തർക്കീക്ക്, ഫിർഔന, ഫകൈഫ കാന നകീർ, മിൻ ശർരി മാ ഖലഖ. ഇനി അടുത്തത് നോക്കാനുള്ളത് തഫ്ഖീമുർ റാ ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, തഫ്ഖീമുർ റാ എങ്ങനെയാണ്? ഒന്ന്, റാഇൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക. രണ്ടാമത്തത്, റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ആവുക. മൂന്നാമത്തത്, റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസ്ർ ആരിദ് അല്ലെങ്കിൽ താൽക്കാലികം ആവുക. അപ്പോൾ ഇത് നമ്മൾ മേലെ പറഞ്ഞതാണ്. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം
നോട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് അടുത്തതിൽ കൊടുത്തത് തർക്കീഖു റാ, അത് റാഇന്റെ ഹർക്കത്ത് കസ്റാവുക, രണ്ടാമത്തത് റാഇന് സുക്കൂന്, പിന്നെ റാഇന്റെ മുമ്പ് അസ്ലിയായ കസ്ർ വരികയും റാഇന്റെ ശേഷം ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ വരാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എവിടെ പറഞ്ഞത്, രണ്ടാമത്തെ പ്രവർത്തനത്തിൽ 1ഉം 2ഉം ഭാഗം പറഞ്ഞത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇമാലത്ത് എന്നാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. രണ്ടാമത്തത്, ലാമുൽ ജലാലത്തിന്റെ ലാമിന്റെ മുമ്പുള്ള ഹർക്കത്ത് കസ്റാണെങ്കിൽ ലാമിനെ തർക്കീക്കാക്കുന്നു. അപ്പോൾ അവിടെ തർക്കീക്കാക്കുന്നു എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ലാമുൽ ജലാലത്തിന്റെ ലാമിന്റെ മുമ്പ് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ തഫ്ഖീമാക്കുന്നു. അപ്പോൾ അവിടെ തഫ്ഖീമാക്കുന്നു എന്ന് എഴുതുക. നാലാമത്തത്, വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ എന്ന് പറയും. അപ്പോൾ അവിടെ ഹർഫുൽ ലീൻ എന്ന് പറയും എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ലാസിം ഹർഫി മുഖഫഫ് എന്ന് പറയും. ഇനി ആറാമത്തത്, യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം വ്യക്തമാക്കണം. ഇനി 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ചില അക്ഷരങ്ങളെ ഷംസിയായ അക്ഷരമെന്ന് പറയുന്നു, എന്തുകൊണ്ട്? ഉത്തരം, സൂര്യന്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല. അതാണ് ഇവകൾക്ക് ഷംസിയായ അക്ഷരങ്ങൾ അഥവാ ഷംസിയ എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിൽ ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏത്? ഹൂദ് സൂറത്തിൽ. മൂന്നാമത്തത്, ഫകാന കുല്ലു ഫിറഖിൻ കത്തൗദിൽ അളീം എന്നതിൽ തഫ്ഖീമും തർക്കീക്കും ജായിസാകും, എന്തുകൊണ്ട്? ഇസ്തിഅലാഇന്റെ ഹർഫായ ഖാഫിന് കസ്റായതാണ് കാരണം. നാലാമത്തത്, ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സ്വദഖല്ലാഹുൽ അളീം എന്ന് ചൊല്ലുക. അഞ്ചാമത്തത്, സാക്കിനായ മീമിന്റെ വിധികൾ ഏതെല്ലാം? ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ആം. ഇനി ഓരോ ഉദാഹരണം എഴുതാം. ഒന്നാമത്തത്, ഇദ്ആമുൽ മുത്തമാസിലൈനിക്ക് ഇദ്രിബ് അസ്വാക. അതുപോലെ അവിടെ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട്, അപ്പം അതൊന്ന് നോക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ഇദ്ആമുൽ മുതജാനിസൈനി ഇർകബ് മഅന. മൂന്നാമത്തത്, ഇദ്ആമുൽ മുതഖാരിബൈനി ബർ റബ്ബുക്കും. നാലാമത്തത്, അസ്ലിയായ മദ് ഖാല, ഖീല, ഖൂലു അങ്ങനെയൊക്കെ പറയുന്നത്. അഞ്ചാമത്തത്, മദ് മുൻഫസിൽ കല്ലാ ഇന്നഹ തദ്കിറ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.